അപ്പോൾ ഒരു ലോങ് ട്രിപ്പ് കഴിഞ്ഞ് വരുന്ന വഴിയാണ്. അപ്പോൾ ഒരു നോൺ വെജ് വേണ്ടാന്ന് വിചാരിച്ചു. നോൺ വെജ് വേണ്ടാന്ന് വിചാരിച്ചതിൻ്റെ കാരണം രണ്ടാണ്. ഒന്ന് കോതമംഗലത്ത് തന്നെ ഒരു നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു വെജ് ഹോട്ടലുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഹോട്ടലാണ് ഇത്. ഹോട്ടൽ ഉടുപ്പി ഭവൻ എന്നാണ് പേര്. അപ്പോൾ നമ്മുടെ മൂവാറ്റുപുഴ കോതമംഗലം പെരുമ്പാവൂർ റീജിയനിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വെജ് ഹോട്ടലാണ് ഈ ഹോട്ടൽ ഉടുപ്പി ഭവൻ. അപ്പോൾ ഇത് കോതമംഗലം റോഡ് സൈഡ് അല്ലാത്തതുകൊണ്ട് തന്നെ റോഡ് സൈഡിൽ നിന്ന് കുറച്ചങ്ങോട്ട് വിട്ട് മാറിയാണ് ഈ ഹോട്ടൽ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആരുടെയും കണ്ണിൽ പെടില്ല. എന്നിരുന്നാലും ഇവിടെ നല്ല തിരക്കാണ്. എല്ലാ ടൈമിലും നല്ല തിരക്കുള്ളൊരു ഹോട്ടലാണ്. ഇപ്പോൾ മൂന്നാറൊക്കെ ട്രിപ്പ് പോകുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് നല്ല വെജിറ്റേറിയൻ ഫുഡ് വേണമെങ്കിൽ കോതമംഗലത്ത് ഇങ്ങനൊരു ഹോട്ടൽ. അപ്പോൾ ഇതിൻ്റെയും ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ യൂഷ്വൽ രീതിയിൽ തന്നെ നമ്മൾ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരവണ ഭവൻ പോലെ തന്നെ ഒരു ഹോട്ടലാണ്. ഇത് കുറച്ച് ട്രഡീഷണൽ രീതിയിലാണ് ഈ ഹോട്ടലുള്ളത്. പിന്നെ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ അകത്തുള്ള തിരക്ക് എങ്ങനെയാണെന്നുള്ളത്. ഒരുവിധമുള്ള എല്ലാ ടേബിൾസും ഓക്യുപ്പൈഡ് ആണ്. അതുപോലെ തന്നെ മുകളിലേക്കും ഇത് അത്യാവശ്യം ഓക്യുപ്പൈഡ് ആണ്. അപ്പോൾ ഇത്രയും ഡിഷസ് ഉണ്ട്. പക്ഷേ അതിൻ്റെ അകത്ത് എൻ്റെ ഫേവറേറ്റ് മസാല ദോശയും ഉഴുന്നുവടയുമാണ്. പിന്നെ ഇത്രയും കറികളും ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ. ചട്നിയും പിന്നെ 2 തരം ചട്നിയും സാമ്പാറും ഉണ്ട്. പിന്നെ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കാപ്പിയും കൂടെ കുടിച്ചിട്ട് നമ്മൾ ഫിനിഷ് ഓഫ് ചെയ്യും. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു ICHൻ്റെ, അതായത് ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ മസാല ദോശ. അതുമാതിരിയല്ല, ഇതിൻ്റെ മസാല ടോട്ടലി ഡിഫറെൻ്റ് ആണ്. നമ്മുടെ യെല്ലോ മസാലയാണ് ഇതിൻ്റെ അകത്തുള്ളത്. മറ്റേതൊരു ബീറ്റ്റൂട്ട് മസാലയായിരുന്നു, ഒരു റെഡ് മസാലയായിരുന്നു നമ്മുടെ ICHലുള്ളത്. യെല്ലോ മസാലയിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മസാലയാണ് ഇത്. അതായത് നമ്മുടെ ശരവണ ഭവനാണെങ്കിലും പിന്നെ ആര്യാസ് ആണെങ്കിലും അതിൻ്റെയൊക്കെ മസാലേനേക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടം ഈ ഒരു മസാല ദോശ തന്നെയാണ്. പക്ഷേ ICHൻ്റെ മസാല ദോശയായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടും 2 രീതിയിലാണ് ഉണ്ടാക്കിയേക്കുന്നത്. അതും രണ്ടിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. എനിക്ക് അതും ഇഷ്ടമാണ്, പിന്നെ ഇതും ഇഷ്ടമാണ്. അതിൻ്റേതായ രീതിയിൽ ആ മസാല ഭയങ്കര ഡിഫറെൻ്റ് ആണ് ഇതിൻ്റെ. പിന്നെ ഇതിൻ്റെ ഉഴുന്നുവട ഭയങ്കര സ്പെഷ്യലാണ്. എനിക്ക് ഈ ഏരിയയിൽ കിട്ടുന്നതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല ഉഴുന്നുവടയാണിത്. നല്ല മുരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന ഉഴുന്നുവടയാണ് ഇവിടെ കിട്ടുന്നത്. ഇതിലും നല്ല ഉഴുന്നുവട ഞാൻ കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് കഴിച്ചേക്കുന്നത് തമിഴ്നാട്ടിലുള്ള ബ്രാഹ്മിൻ ഹോട്ടൽസിൽ നിന്നാണ് ഞാനത് കഴിച്ചേക്കുന്നത്. എന്ന് വെച്ചാൽ വലിയ പേരൊന്നും കേൾക്കാതെ അത്ര പോപ്പുലർ അല്ലാത്ത ഹോട്ടൽസാണ്. പക്ഷേ അത് ഭയങ്കര അടിപൊളി ഉഴുന്നുവടയാണ് അവിടെ കിട്ടുന്നത്. അപ്പോൾ ഈ സാമ്പാറും 2 ചട്നിയും ഈ മസാല ദോശയുടെ കൂടെ ഭയങ്കര കോമ്പിനേഷനാണ്. അതിൻ്റെ അകത്ത് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് മുളക് ചട്നിയാണ്. ആ ഒരു റെഡ് ചട്നിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അത് തന്നെയാണ് എനിക്ക് ഉഴുന്നുവടയുടെയും കൂടെ ഞാൻ കൂടുതലും കഴിക്കാറ്. മറ്റേ ചട്നീനെക്കാളും കൂടുതൽ ഉഴുന്നുവടയുടെ കൂടെ റെഡ് ചട്നിയാണ് കഴിക്കാറ്. അതുണ്ടെങ്കിൽ അല്ലെങ്കിൽ സാമ്പാറാണ് എനിക്ക് കൂടുതലും പിന്നെ ഇഷ്ടമുള്ളത്. ഇവിടെ ഒരുപാട് ഡിഷസ് അവൈലബിൾ ആണെങ്കിലും ഞാൻ മിക്കവാറും കഴിക്കുന്നതാണ് ഈ മസാല ദോശയും ഉഴുന്നുവടയും പിന്നെ അതിൻ്റെ കൂടെ ഒരു കാപ്പിയും. അതുകൂടാതെ ഒരു പ്രാവശ്യം ഞാനൊരു മഷ്റൂം മസാല ദോശയും ട്രൈ ചെയ്തിരുന്നു. അതും നല്ല അടിപൊളിയായിരുന്നു. പക്ഷേ ഭയങ്കര ഓയിലി ആയിരുന്നു. അതുകൊണ്ട് ഇന്നത് എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഞാനത് ചൂസ് ചെയ്തില്ല. പിന്നെ ഊത്തപ്പവും ചെന്ന ഭട്ടൂര, അത് ഭയങ്കര സൂപ്പറാണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല ഇതേവരെ. അത് കഴിക്കാനായിട്ട് പ്ലാൻ ചെയ്ത് വന്നാലും ഇവിടെ എത്തുമ്പോഴേക്കും അത് മാറ്റി ഞാൻ അവസാനം മസാല ദോശയിൽ പിടിച്ചു. ഹോട്ടൽസിലെ ചായ അത്ര അടിപൊളി അല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടുന്ന് ചായ ഞാൻ കുടിച്ചിട്ടില്ല. കൂടുതലും ഞാൻ കാപ്പിയാണ് പറയാറ്. കാപ്പി സൂപ്പറാണ്. അപ്പോൾ വെജിറ്റേറിയൻ ലവേഴ്സിനും ഒരു മസ്റ്റ് ട്രൈ ഹോട്ടലായിട്ടാണ് എനിക്കിത് തോന്നുന്നത്. അപ്പോൾ എല്ലാവരും ഈ വഴി വരികയാണെങ്കിൽ ഈ ഹോട്ടലിൽ കയറുക, ഇതൊന്ന് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.